സീനിയർ ചേംബർ ഇടുക്കി ലീജിയന്റെ 6ാമത് സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും വാഴത്തോപ്പിൽ നടന്നു. പുതിയ ഭാരവാഹികളായി സുഭാഷ് EM പ്രസിഡന്റായും തോമസ് KK സെക്രട്ടറിയായും ചുമതലയേറ്റു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അരവിന്ദ് SP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ചേംബർ ഇടുക്കി റീജിയന്റെ 6ാമത് സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും വാഴത്തോപ്പ് പാപ്പൻ ഓഡിറ്റോറിയത്തിൽ വിപുലമായ ചടങ്ങുകളോടെ നടന്നു. വിവിധ മേഖലകളിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം ചടങ്ങിന് ആവേശകരമായി മാറി. ലീജിയൻ പ്രസിഡന്റ് ഷീൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അരവിന്ദ് SP ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ വലിയ നാഷണലിൽ നിന്ന് ഇന്റർനാഷണലിലോട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. കാരണം പത്രങ്ങളിൽ വന്നു തുടങ്ങി, മീഡിയയിൽ വന്നു തുടങ്ങി, നമ്മൾ തന്നെ കൂട്ടുകാരോടും നമ്മുടെ ബാക്കി ആൾക്കാരോടും സംസാരിച്ചു തുടങ്ങി, സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അക്സെപ്റ്റൻസ് വന്നു തുടങ്ങി. ആൾക്കാർക്ക് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം 1997 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണെങ്കിലും 2018 ശേഷമാണ് ഇതിനകത്തൊരു മെമ്പർഷിപ്പ് ഗ്രൂപ്പ് നല്ല രീതിയിൽ വന്നു തുടങ്ങിയത്. കാരണം അതുവരെ ഇത് JCI മെമ്പേഴ്സിന്റെ ഒരു അലുമിനി ഓർഗനൈസേഷൻ ആയിട്ട് മാത്രം വന്നുകൊണ്ടിരുന്നതാണ്. സംഘടനയുടെ ദേശീയ ഭാരവാഹികളായ അജിമോൻ വർഗീസ്, TS ലാലു എന്നിവരും പ്രമുഖ നേതാക്കളായ KJ ബേബി, ഡെന്നി KV തുടങ്ങിയവരും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ലീജിയന്റെ പുതിയ ഭാരവാഹികൾ ഔദ്യോഗികമായി ചുമതലയേറ്റു. പുതിയ പ്രസിഡന്റായി സുഭാഷ് EM, വൈസ് പ്രസിഡന്റായി കുര്യാക്കോസ് KJ, സെക്രട്ടറിയായി തോമസ് KK, ജോയിന്റ് സെക്രട്ടറിയായി എൽദോസ് PV, ട്രഷററായി സിബിസ്കറിയ എന്നിവരും ചുമതലയേറ്റു. ഇതിനോടനുബന്ധിച്ച് സംഘടനയിലേക്ക് പുതുതായി 4 അംഗങ്ങളെ കൂടി സ്വീകരിച്ചു. പുതിയ അംഗങ്ങളുടെ വരവ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുമെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടന്ന വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. i4U ന്യൂസ്, പാലാ.